ഇവിടെ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എല്ലാ അറിവും അറിയിക്കാമോ പറയാമോ, എല്ലാവരോടും പറയാമോ എന്നുള്ള വിഷയം. ലികുല്ലി മജാലിൻ റിജാൽ വലിക്കുല്ലി മഖാമിൻ മഖാൽ. അറബിയിൽ ഒരു തത്വമാണ്. പറയേണ്ടവരോടേ പറയാവൂ, പറയേണ്ട സന്ദർഭത്തിലേ പറയാവൂ എന്ന ആശയത്തിലാണ് ഈ തത്വങ്ങളുള്ളത്. ചിലരോട് നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് പറയാൻ പാടുള്ളതല്ല. ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കാവതുമല്ല. ഇമാം ഹാഫിദ് ഇബ്നു അഹ്മദുൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ മീമിയ എന്ന പേരിൽ വിശ്രുതമായ കവിതയിൽ ഇപ്രകാരം പറഞ്ഞു: വൽകത്മു ലിൽ ഇൽമി ഫഹ്ദർ ഇന്ന കാതിമഹു ഫീ ലഅനത്തില്ലാഹി വൽ അഖ്വാമി കുല്ലിഹിമി വമിൻ ഉഖൂബതിഹി അന്ന ഫിൽ മആദി ലഹു മിനൽ ജഹീമി ലിജാമൻ ലൈസ കല്ലുജുമി വകാതിമുൽ ഇൽമി അമ്മൻ ലൈസ യഹ്മിലുഹു മാദാ ബികിത്മാന ബിലാ സൗനുൻ ഫലാ തുലിമി വഇന്നമൽ കത്മു മൻഉൽ ഇൽമി താലിബുഹു മിൻ മുസ്തഹിഖിൻ ലഹു ഫഫം വലാ തഹിമി. ഇവിടെ ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. ഹിജ്റാബ്ദം 1377 മരണപ്പെട്ട മഹാൻ. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ആട്ടിടയനായി ജോലി തുടർന്നു. ആടുകളെ മേക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ പാറപ്പുറത്ത് ഇരുന്ന് രചന നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചര്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മിമിയയിൽ അദ്ദേഹം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 4 വരികളാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. ഇൽമു മൂടി വെക്കുക എന്നുള്ളത് വൽകത്മു ലിൽ ഇൽമി ഫഹ്ദർ ഇന്ന കാതിമഹു, അത് മൂടി വെക്കുന്നവൻ തീർച്ചയായും ഫീ ലഅനത്തില്ലാഹി വൽ അഖ്വാമി കുല്ലിഹിമി, അള്ളാഹുവിൻ്റെ ലാനത്തിലാണ്, മുഴു ജനങ്ങളുടെയും ലാനത്തിലാണ്. ഇത് വളരെ ഗൗരവപൂർവ്വം കണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല വമിൻ ഉഖൂബതിഹി അന്ന ഫിൽ മആദി ലഹു, ഈ കുറ്റത്തിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് അന്ത്യനാളിൽ അവനുണ്ടായിരിക്കും മിനൽ ജഹീമി ലിജാമൻ ലൈസ കല്ലുജുമി, നരകത്തീനാലുള്ള മൂക്കയറുകൾ, അത് എല്ലാ മൂക്കയറുകളെ പോലെയുമല്ല. വകാതിമുൽ ഇൽമി അമ്മൻ ലൈസ യഹ്മിലുഹു, അറിവ് ഇല്ലാത്തവൻ്റെ മുന്നിൽ അറിവിനെ മൂടിവെക്കുന്നവൻ മാദാ ബികിത്മാന ബിലാ സൗനുൻ ഫലാ തുലുമി, ആ മൂടിവെക്കുന്നത് കൊണ്ട് എന്താണ് അവനുള്ളത്? അതുകൊണ്ട് തന്നെ ഇത്തരം ശിക്ഷകൾ വരുമ്പോൾ അതിൽ ആക്ഷേപിക്കേണ്ട, കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. അദ്ദേഹം തുടർന്ന് പറയുന്ന വരി, അതാണ് നമ്മുടെ വിഷയം. വഇന്നമൽ കത്മു മൻഉൽ ഇൽമി താലിബുഹു മിൻ മുസ്തഹിഖിൻ ലഹു, അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി അറിവ് തേടുമ്പോൾ അതാണ് അറിവ് പൂഴ്ത്തി വെക്കൽ. ഫഫം വലാ തഹിമി, അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. അപ്പോൾ അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ അറിവ് മൂടിവെക്കുക എന്നതാണ് കുറ്റകരം. എല്ലാ അറിവ് അഭ്യസിക്കുന്നവരും അറിവ് അന്വേഷിക്കുന്നവരും ഒരുപോലെയല്ല. ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലാ തഅല്ലമുൽ ഇൽമ ലിതുബാഹു ബിഹിൽ ഉലമ, പണ്ഡിതന്മാരോട് പെരുമ കാണിക്കാൻ നിങ്ങൾ ഇൽമ അന്വേഷിക്കരുത്, അഭ്യസിക്കരുത്. ഔ ലിതുമാറു ബിഹി സുഫഹ, അല്ലെങ്കിൽ വിവരദോഷികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവന്വേഷിക്കരുത്. ഔ ലി തസ്രിഫു വുജൂഹന്നാസി ഇലൈക്കും, അല്ലെങ്കിൽ ജനശ്രദ്ധ, ജനങ്ങളുടെ മുഖങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കാൻ, ലോകമാന്യത, അതാണ് ഉദ്ദേശം. നിങ്ങൾ അറിവന്വേഷിക്കരുത്. ഫമൻ ഫഅല ദാലിക ഫഹുവ ഫിന്നാർ, അങ്ങനെ അറിവന്വേഷിക്കുന്നവരാണ് എങ്കിൽ അവൻ നരകത്തിയിലാകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. അറിവ് തേടുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങളുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അറിവ് ചോദിക്കുന്നവൻ മുതഅന്നിതൻ, ഒരു ദുശ്ശാഠ്യക്കാരനാണ്, അല്ലെങ്കിൽ യുരീദിൽ ഈഖാ ബിൽ മസ്ഊൽ, ചോദിക്കപ്പെടുന്ന പണ്ഡിതന്മാരെ കുഴിയിൽ വീഴ്ത്താൻ ഉദ്ദേശിച്ച് ചോദിക്കുന്നവനാണ്, അല്ലെങ്കിൽ ദർബ ആറാഇൽ ഉലമ ബഅ്ദുഹ ബിബഅദ്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ എടുത്ത് ഒന്നൊന്നിനെ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതേപോലെ സന്ദേഹങ്ങളും സംശയങ്ങളൊക്കെ പരത്താനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതേപോലെ ചിലരുടെ ചോദ്യം എത്രത്തബു അല ഇജാബത്തിഹി മഫ്സദ എന്നാണ്. അത്തരക്കാർക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ഫസാദാണ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഇൽമ് മൂടി വെക്കലല്ല, പിന്നെയോ ഇത് ഫസാദ് തടുക്കലാണ്, നന്മ പരിഗണിക്കലാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. എല്ലാ അറിവന്വേഷിക്കുന്നവരും ചോദ്യകർത്താക്കളും നല്ല ഉദ്ദേശത്തിലും മാന്യമായ ലക്ഷ്യത്തിലുമല്ല എന്നുള്ളതാണ്. അത്തരക്കാരോട് പ്രതികരിക്കാതിരുന്നാൽ അതൊരിക്കലും ഇൽമ് മൂടി വെക്കലല്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്.